ആ മൂലയിൽ കൂടി ഇങ്ങനെ പോയിങ്ങാണ്ടോ അങ്ങനെ കുത്തനെ നിൽക്കണു. അപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ അടച്ചു, വാതിലടച്ച്. പിന്നെ ഞാൻ തുറന്നില്ല. അതിൻ്റെ പുറത്ത് കേൾക്കാൻ നോക്കണം. ഒരു സെക്കൻഡ് അമ്മേടെ അടുത്തേക്ക് വെക്കോ. അതും നല്ലത്. അല്ലേ നിങ്ങൾ അങ്ങോട്ട് മാറുന്നു ശരിക്കും അങ്ങോട്ട് അങ്ങോട്ട് പോയി അമ്മ അങ്ങോട്ട് പോയിക്കോളേ. ആ മുറ്റത്ത് പോയിക്കോ, മുറ്റത്ത് പോയിക്കോളെ. അപ്പോൾ നമ്മൾ ദേവദ്യാലിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ത്രിജുമുക്ക് എന്ന സ്ഥലത്ത് ഒരു ബാത്റൂമിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ കണ്ടു. ഒരു കോബ്രയാണ്, ചെറിയൊരു മൂർഖൻ്റെ മീഡിയം സൈസുള്ളൊരു കുട്ടിയാണ്. ബാത്റൂമിൽ എങ്ങനെ വന്നതെന്നറിയില്ല. പക്ഷേ കുറച്ച് മുന്നേ ഇവിടെ അതേപോലെ പാമ്പുണ്ടായിരുന്നു. അപ്പോൾ പുറത്തായിരുന്നു കണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ വന്നിട്ട് കുറച്ച് മതിൽ ചെറിയ കല്ലുകളൊക്കെ എടുത്തു നോക്കി. പക്ഷെ അന്ന് അതിനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ സൈസുള്ള ആൾ തന്നെയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ്. കുറച്ച് മുന്നേ അതേപോലെ അവർ ഇവിടെ സിറ്റ് ഔട്ടിൽ ആ പാമ്പിനെ കണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അത് എങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ല. അങ്ങനെ അതിൻ്റെ ശേഷം ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ഇതിപ്പോൾ ബാത്റൂമിൽ വന്നത്. ഏത് ഡേഞ്ചർ സ്ഥലത്താണ്, എങ്ങനെ വന്നതെന്ന് അവർക്കറിയില്ല. എങ്ങനെ ആയാലും ഇത് വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ വേറെ ഹോളുകളൊന്നും ഇല്ല. അപ്പോൾ മിക്കവാറും ഇത് സിറ്റ് ഔട്ട് വഴി ഇങ്ങനെ ഡൈനിങ് ഹാൾ വഴി ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയതാണ്. ഇതാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ഇങ്ങനെ ബാത്റൂമിലൊക്കെ ഇതേ സിറ്റുവേഷനിലൊക്കെ വരികയാണെങ്കിൽ ഡേഞ്ചറാണ്. കാരണം ഈ യൂറോപ്യൻ ക്ലോസറ്റാണ്, അതിൻ്റെ സൈഡിലൊക്കെ ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാണില്ല. അപ്പോൾ ആ ടൈമിൽ കടി കിട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ സ്ഥലത്താണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം. ഇത് വന്ന സിറ്റുവേഷൻ നോക്കുമ്പോഴാണ് കുറച്ച് ഡേഞ്ചർ. സിറ്റ് ഔട്ട് കയറി ഈ ഡൈനിങ് ഹാൾ കഴിഞ്ഞിട്ടാണ് ബാത്റൂമിൽ കയറിയത്. അപ്പോൾ അത്രക്കും ഇതിലാണ് പാമ്പ് കയറിയതെന്ന് പറയാം. ഏതായാലും നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം. ഇതാണ് ആള്, ഒരു മീഡിയം സൈസുള്ളൊരു കോബ്രയാണ്. വന്ന വഴി ഇത് തന്നെയാണ്, ഇതിൽ കൂടെ തന്നെ വരാനാണ് ചാൻസ്. അല്ലാതെ ബാത്റൂമിൽ വേറെ ഹോളുകളൊന്നുമില്ല.
അപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമില്ലാത്ത ഒരു സൈസാണ്. അന്ന് കണ്ടത് തന്നെ ആയിരിക്കാം. ആ ഇതേ സൈസല്ല കണ്ടത് ഇല്ല, പക്ഷേ അത് കുറച്ചായില്ലേ, 2 മാസം ആയില്ലേ, അപ്പോൾ കുറച്ച് സൈസ് വെച്ചതായിരിക്കാം. പാമ്പിനെ കണ്ട ആള് നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പോൾ എങ്ങനെ ഇത് കണ്ടേ ഒന്ന് എങ്ങനെ ഇത് കണ്ടത്? ഫസ്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടത്? അത് കാണാനേ ചോറൊക്കെ കഴിഞ്ഞ് ഓലൊന്നും കഴിഞ്ഞില്ല. അപ്പം ഞാൻ കിടക്കാൻ പോയി. കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മൂത്രം വയ്ക്കാൻ വേണ്ടി കുരുമുറിയിലേക്ക് വന്നു. സാധാരണ അങ്ങനെയാണ്, ഇതുവരെ കണ്ടിട്ടുമില്ല ആ വകയൊന്നും. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ആ മൂലയിൽ കൂടി ഇങ്ങനെ പോയിങ്ങാണ്ടോ അങ്ങനെ കുത്തനെ നിൽക്കണു. അപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ അടച്ചു, വാതിലടച്ച്. പിന്നെ തുറന്നില്ല. ജസ്റ്റ് കഴിച്ചിലായതാണ് അവിടുന്ന്, അതിൻ്റെ ബൈറ്റ് കേൾക്കാതെ. അപ്പോൾ ഏതായാലും മുത്തശ്ശിക്ക് ഭാഗ്യമുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ പണ്ടേ അവിടെയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പണ്ട് മണ്ണുകാരാണ്. ഞങ്ങൾക്ക് പണ്ടേ ഒരു പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക്. എങ്ങനെ പാമ്പിനെ കണ്ടിട്ടാ? ഞങ്ങളെ കടിക്കില്ലാന്ന്. കടിക്കില്ല എന്നും മനസ്സിലുണ്ടാവുമല്ലോ. ശരി. അപ്പൊ മുത്തശ്ശിക്ക് എന്തോ ഒരു പാരമ്പര്യമായിട്ട് എന്തോ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പുറത്തൊന്നും ആവാതെ കണ്ടിട്ടില്ല. പുറത്തൊന്നും കണ്ടിട്ടില്ല. ശരി. ഞാനതിന് പിന്നെ മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങലില്ലല്ലോ ഇപ്പൊ. അത് ശരി. അപ്പോ അതുകൊണ്ടായിരിക്കും അന്ന് വന്നപ്പോഴും കൊറേ പറയാണ്ട്. അപ്പോ മുത്തശ്ശിന്റെ കഥ വലിയ കഥയാണ്. അപ്പൊ നമുക്ക് ടൈമില്ല. അടുത്ത ഒരു കേസ് കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ ബാത്റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അതിന് കയറാൻ ചാൻസ് ഇല്ല. കാരണം ഒരു പൈപ്പ് ഉണ്ട്, പക്ഷെ പൈപ്പിലൊന്നും അങ്ങനെ കയറി പോയ ഒരു അടയാളങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ സിറ്റ് ഔട്ട് വഴി ഡൈനിങ് ഹാൾ വഴി ബാത്റൂമിലേക്ക് കയറിയതാണ്, വേറെ എങ്ങനെയുമല്ല. അപ്പോൾ ഏതായാലും നമുക്ക് അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.